ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മുൻപുള്ള വീഡിയോസ് കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കോർപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് ഓർഗനൈസേഷനാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതെല്ലാം ഫോംസാണ് ഓർഗനൈസേഷൻസ് ഉള്ളത് എന്ന് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്. പാർട്ട്ണർഷിപ്പിൽ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP എന്നറിയപ്പെടുന്നതുണ്ട്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, പിന്നെ ഹിന്ദു അൺഡിവൈഡഡ് കുടുംബങ്ങൾ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതാണ് കറുത്ത ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ കറുത്തയാണ് എൽഡർ ഫാമിലിയുടെ ഏറ്റവും മുതിർന്ന ആളാണ്, കാരണവന്മാരാണ് അത് കൊണ്ടു നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈപ്പുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നമുക്ക് അറിയാം അല്ലേ, എന്താണ്? 1 പേഴ്സൺ ആണ്, ഒരു ഓണർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ഒരാൾ തന്നെയാണ്. സോൾ മീൻസ് 1 പേഴ്സൺ. സോ എ ട്രേഡിംഗ് കൺസേൺ ഈസ് എൻ ഓർഗനൈസേഷൻ വെർ ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ 1 മാൻ. അങ്ങനെയാണ്. ഓൾഡസ്റ്റ് ഫോം ഓഫ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സോൾ പ്രൊപ്രൈറ്റർ ആണ് കേട്ടോ, ഓൾഡസ്റ്റ് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ. ഹീസ് ഓൾസോ സോൺലി റെസ്പോൺസിബിൾ ഫോർ ദ ഡെപ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് ദ ഫേം. ദ ലയബിലിറ്റി ഓഫ് സോൾ ട്രേഡർ ഈസ് അൺലിമിറ്റഡ്. അത് ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കണം. ലയബിലിറ്റി എങ്ങനെയാണ് സോൾ ട്രേഡറുടെ? അൺലിമിറ്റഡ് ആണ്. കാരണം ലാഭമെല്ലാം അദ്ദേഹത്തിന് തന്നെയാണ്. അപ്പോൾ റിസ്കുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ഡെപ്റ്റ് വരുമ്പോഴും ആരെ തന്നെ ബാധിക്കുക? അദ്ദേഹത്തിന് തന്നെയാണ് ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ അൺലിമിറ്റഡ് ആണ് ബാധ്യത എന്ന് പറയുന്നത്. ഹീസ് ഓൺലി റെസ്പോൺസിബിൾ ഫോർ ദ ഓൾ ഡെപ്റ്റ്സ്. അടുത്തത് പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ പറയുന്നത് 4-ലാണ് കേട്ടോ. അപ്പോൾ സെക്ഷൻ 4 ഒന്ന് ഓർത്ത് വയ്ക്കണം. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 പേരാണ് അല്ലേ, 2 വ്യക്തികൾ കൂടിയിട്ടാണ് മിനിമം ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത്. അപ്പോൾ എന്താണ് അവർ ഏർപ്പെടുമ്പോൾ പറയണത്? അവർ നല്ല ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്തോളാം, പ്രോഫിറ്റ് ഷെയർ ചെയ്തോളാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more persons who have agreed to share the profit of a business carried on by all or any of them acting for all. അല്ലെങ്കിൽ ഒരാൾ മാത്രം കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആക്ടിങ് ഫോർ ഓൾ, എനി ഓഫ് ദം, ആരെങ്കിലും ഒരാൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി വർക്ക് ചെയ്യാം. അപ്പോൾ അത് അവർ തമ്മിലുള്ളൊരു ധാരണയാണ്. അപ്പോൾ ഈ പേഴ്സൺസിനെ പറയുന്ന പേരെന്താണ്? പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ പാർട്ട്ണർഷിപ്പിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ പറയുന്ന പേര് പാർട്ട്നേഴ്സ് എന്നാണ്. പക്ഷെ അവരെ കളക്റ്റീവ്ലി എന്ത് വിളിക്കും? കളക്റ്റീവ്ലി അവരെ ഫേം എന്നാണ് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 പറഞ്ഞിരിക്കണം കേട്ടോ. ദ പേഴ്സൺസ് ഇൻ പാർട്ട്ണർഷിപ്പ് ആർ കാൾഡ് പാർട്ട്നേഴ്സ്. അത് തന്നെ ദേ കളക്റ്റീവ് കോൾഡ് ആസ് ഫേം. അപ്പോൾ 2 പറഞ്ഞിരിക്കുക. അവരുടെ ലയബിലിറ്റിയും അൺലിമിറ്റഡ് തന്നെയാണ്. കാരണം പാർട്ട്നേഴ്സ് സ്വന്തമായിട്ട് സ്വത്ത് സമ്പാദിച്ചു, ബിസിനസ്സിന് നഷ്ടം വന്നു, ഡെപ്റ്റ് വന്നു. അപ്പോൾ ആരുടെ നിന്ന് എടുക്കും? അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് എടുക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അൺലിമിറ്റഡ് ആണെന്ന് പറയണത്. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം ഓർത്തിരിക്കുക. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്? ആർട്ടിക്കിൾ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നറിയപ്പെടുന്ന പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ആണ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പിന്നെ മെമ്പേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ മിനിമം 2 മാക്സിമം 100 ആണ് പറയണത്. മിനിമം 2 മാക്സിമം 100 ആണ് ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട് കേട്ടോ. ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് ഇവിടെ പറയുന്നത്. മെമ്പേഴ്സ് മിനിമം 2 മാക്സിമം 100 എന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. ആക്റ്റീവ് പാർട്ട്ണർ പറഞ്ഞു. ആക്റ്റീവ് പാർട്ട്ണർ ഹു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് അനദർ പാർട്ട്ണർ. പിന്നെ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്താണ്? പാർട്ട്ണർ ഹു പ്രൊവൈഡ് സം ഓഫ് ദ ക്യാപിറ്റൽ ഫോർ എ ബിസിനസ് ബട്ട് ഹു ഡസ് നോട്ട് ടേക്ക് ആൻ ആക്റ്റീവ് പാർട്ട് ഇൻ മാനേജിങ് ഓഫ് ദ ബിസിനസ്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുള്ളൂ, പക്ഷേ എന്തില്ല? ആക്റ്റീവ് പാർട്ടില്ല. മാനേജിങ് ബിസിനസ്സിന് യാതൊരു തരത്തിലുള്ള
ഇൻവോൾവ്മെൻറ്റും ബിസിനസ്സിനില്ല. ഓൺലി ഹി ക്യാൻ കോൺട്രിബ്യൂട്ട് ദ ക്യാപിറ്റൽ ഓൺലി. ഓക്കെ, ഇനി പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്താണ്? എസ്റ്റോപ്പൽ ചോദിച്ചു കാണാറുണ്ട്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. വൺ ഹു ഈസ് നോട്ട് ആൻ ആക്ച്വൽ പാർട്ട്ണർ അല്ല, പക്ഷേ ബട്ട് പ്രസൻസ് ഹിംസെൽഫ് ടു ബി ദ പാർട്ട്ണർ ഓഫ് ദ ഫേം. അതായത് അദ്ദേഹം പ്രിറ്റൻഡ് ചെയ്യുക, അതുപോലെ നടിക്കുകയാണ്, പാർട്ട്ണറാണെന്ന് നടിക്കുക, എന്നിട്ട് പുറത്തൊക്കെ പോയി പറയുക പാർട്ട്ണറുടെ പോലെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയാണ് ഹീസ് ഓൾസോ എ പാർട്ട്ണർ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹവും ഹീസ് ലയബിൾ ടു ദ പേഴ്സൺ ഹു സഫേഴ്സ് എനി ലോസ് ബൈ ഡൂയിങ് എ ബിസിനസ് വിത്ത് ദ ഫേം ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഹീ ഈസ് ആക്ച്വൽ പാർട്ട്ണർ ഓഫ് ദ ഫേം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് മൂലമുണ്ടാകുന്ന എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹവും അതുപോലെ തന്നെ ലയബിളാണ്. ഏതൊരു കൺസെപ്റ്റ് പ്രകാരം, ഏതൊരു അസംഷൻ പ്രകാരം ഹീസ് ആൻ ആക്ച്വൽ പാർട്ട്ണർ ഓഫ് ദ ഫേം എന്നുള്ളൊരു പുറത്തെന്തെങ്കിലും ഒരു ഈ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹവും ആ പാർട്ട്ണറാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇദ്ദേഹത്തിനെ ആ ഒരു ഗണത്തിൽപ്പെടുത്തും എന്നാണ് പറയണത് കേട്ടോ. ഓക്കെ, പിന്നെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്നാണ് അറിയപ്പെടുന്നത്. ആക്ട് നമ്പർ 9 ആണ് കേട്ടോ. ആക്ട് നമ്പർ 9 ഓഫ് 1932. അപ്പോൾ വർഷവും ഡേറ്റൊക്കെ ഓർത്ത് വയ്ക്കുക. ആക്ടിൽ 74 സെക്ഷൻസ് ഉണ്ട്, 2 ഷെഡ്യൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആക്ട് 9 ഓഫ് 1932 എന്നറിയപ്പെടുന്നു. ആക്ട് കണ്ടെയ്ൻസ് 74 സെക്ഷൻസ് ആൻഡ് 2 ഷെഡ്യൂൾസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് പറയണത് ആക്ട് ആപ്ലിക്കബിൾ ആയത് എന്നാണ്. 1 ഒക്ടോബർ 1932 ആപ്ലിക്കബിൾ ആയത്. 1 ഒക്ടോബർ 1932 ആപ്ലിക്കബിൾ ആയി. ദ ആക്ട് ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് പാർട്ട്ണർഷിപ്പ് ആക്ട് 1890 എന്നാണ് പറയുന്നത്. 1890 ഇംഗ്ലീഷ് പാർട്ട്ണർഷിപ്പ് ആക്ട് ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഈ ഒരു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം 47 മുമ്പേ ആണല്ലോ, അപ്പോൾ അവരുടെ ഒരു ഇംഗ്ലീഷ് പാർട്ട്ണർഷിപ്പ് ആക്ട് ബേസ്ഡ് ആണ് എന്ന് ആലോചിക്കുക. പിന്നെ അടുത്തത് പറയുന്നത് ഇന്ത്യൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 ആണ് കേട്ടോ. 2008 വന്നത് ഇന്ത്യൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് 2008 വന്നത്. അത് ആക്ട് 6 ഓഫ് 2009 എന്നാണ് പറയുന്നത്. കാരണം അത് 2009 കെയിം ഇൻ ടു ഫോഴ്സ് ആയത്. അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റ് ആണ് ആക്ട് 6 ഓഫ് 2009 എന്നറിയപ്പെടുന്നു. 31 മാർച്ച് 2009 ഈ LLP വന്നത് കേട്ടോ. LLP വന്നത് 31 മാർച്ച് 2009 ആ ഒരു ആക്ടിൽ 81 സെക്ഷൻസും 4 ഷെഡ്യൂൾസുമാണ് ഉള്ളത് എന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 4 പറയുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 4 കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ദ ആക്ട് റെഗുലേറ്റ്സ് ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. ഈ ആക്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം നമ്പർ എത്ര വേണമെന്ന്. അതായത് നോട്ട് മോർ ദാൻ 100 എന്നാണ് പറയുന്നത്. 100 ആളിൽ കൂടാൻ പാടില്ല എന്നാണ് ആക്ട് പ്രകാരം പറയുന്നത്. ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഗവേൺസ് പാർട്ട്ണർഷിപ്പ് ബട്ട് ഡസ് നോട്ട് റെഗുലേറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. അതായത് LLPയിലാണ് എന്ത് വരാത്തത്? മാക്സിമം നമ്പറിനെ റെഗുലേറ്റ് ചെയ്യുന്നില്ല. എന്തിൽ? LLPയിൽ കേട്ടോ. LLPയിൽ അങ്ങനെ ഒരു റെഗുലേഷനെ കുറിച്ച് പറയുന്നില്ല, മാക്സിമം നമ്പർ വേണമെന്ന്. നോർമൽ പാർട്ട്ണർഷിപ്പിൽ എന്ത് പറയുന്നുണ്ട്? അതായത് 100ൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മിനിമം 2ഉം മാക്സിമം 100ഉം ആണ് പറയുന്നത്. 100ൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ കമ്പനീസ് ആക്ട് 2013 വിച്ച് അലൗസ് അപ് ടു 100 ആസ് ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം. 100 ആണ് മാക്സിമമായി വെച്ചിട്ടുള്ളത്. പക്ഷേ അക്കോർഡിംഗ് ടു റൂൾ 10 ഓഫ് കമ്പനീസ് ഒരു റൂൾസ് വന്നായിരുന്നു 2014. അതിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം ഷുഡ് നോട്ട് എക്സീഡ് 50 എന്നും പറയുന്നുണ്ട്. ഈ 50 തന്നെയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം കുഡ് നോട്ട് എക്സീഡ് 50 എന്ന് പറയുന്നുണ്ട് പ്രത്യേകം കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേസാണ് ഇത് എടുത്തു പറയണത് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്, 50 ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിന് ചോദിച്ചാൽ മാത്രമേ 50 ഉള്ളൂ. ആക്ട് പ്രകാരം എങ്ങനെയാണ് പറയുന്നത്? മിനിമം 2 മാക്സിമം 100 എന്നാണ് വരുന്നത് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 50 എന്ന് വരുന്നുണ്ട്. അത് ആസ് പെർ റൂൾ 10 പ്രകാരമാണ് അവർ പറയുന്നത്. കാരണം ഈ റൂൾ 10 2014 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം സെൻട്രൽ ഗവൺമെൻറ്റും 2014 പ്രകാരം 50 എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും നിങ്ങൾ ഓർത്ത് വെച്ച് മറക്കാതെ പഠിക്കുക. ഓക്കെ, ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. കമ്പനീസ് സെറ്റപ്പ് ചെയ്യുന്നതും ഇപ്പോൾ കമ്പനീസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കമ്പനീസ് ആക്ട് 2013 ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കുറേ സംഭവങ്ങൾ, അതായത് അമെൻമെൻറ്റ്സൊക്കെ വന്ന്
ധാരാളം അതിനെക്കുറിച്ച് ശരിക്കും അമെൻമെൻറ്റ്സ് പഠിക്കാനുണ്ട്. കമ്പനീസ് ആക്ട് 2013 കുറച്ച് പോയിൻറ്റ്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, അങ്ങനെ വിശദമായിട്ട് നമുക്ക് ചോദിക്കാറില്ല. അപ്പോൾ സെക്ഷൻ 220 ഓഫ് കമ്പനീസ് ആക്ട് എന്താ പറയണത്? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ. എന്ത് പ്രകാരം ഉണ്ടായതാണ്? ലോ പ്രകാരം അല്ലേ. ഹാവിങ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്, വിത്ത് എ പെർപെച്വൽ സക്സഷൻ ഉണ്ട്, കോമൺ സീൽ ഉണ്ട്. അപ്പോൾ ഒരു കമ്പനിക്ക് എന്തെല്ലാം ഉണ്ട്? 220 പ്രകാരം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ക്രിയേറ്റഡ് ബൈ ലോ, ഹാവിങ് സെപ്പറേറ്റ് എൻറ്റിറ്റി, വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ഇതെല്ലാം അടങ്ങിയതാണ് ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ഈ കമ്പനിയുടെ ഈ ബിസിനസ് എൻറ്റിറ്റിയുടെ ഹോൾ ക്യാപിറ്റൽ എങ്ങനെയാണ്? ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പാർട്സ് കോൾഡ് ഷെയർസ്. ഈ ഷെയർസ് ഓഫ് എ കമ്പനി സ്റ്റോക്ക് ക്യാൻ ബി ബ്രോട്ട് ആൻഡ് സോൾഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ലയബിലിറ്റി എങ്ങനെയാണ്? ലിമിറ്റഡ് അപ് ടു ദ എമൗണ്ട് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അവരെടുത്ത തുകയ്ക്ക് ആനുപാതികമായ ബാധ്യത മാത്രമേ അവർക്കുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ദ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ലിമിറ്റഡ് അപ് ടു ദ എമൗണ്ട് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. ദ കമ്പനീസ് ആക്ട് 2013 റെഗുലേറ്റ്സ് ദ ഫോർമേഷൻ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് കമ്പനീസ് ആക്ട് അണ്ടർ 2013. പിന്നെ ഇന്ത്യ ബിക്കം ദ ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നുണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR മാൻഡേറ്ററി ആക്കിയിട്ടോ. 2013 പ്രകാരം ഇന്ത്യയാണ് ഫസ്റ്റ് കൺട്രി ടു മേക്ക് എ CSR സ്പെൻഡിങ് മാൻഡേറ്ററി ബൈ ലോ എന്ന് പറഞ്ഞിട്ട്. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാൻഡേറ്ററി ആക്കിയത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ, ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. അത് 2013 കൊണ്ടുവന്നത്. അപ്പോൾ CSR 100% ഉള്ളത് നമ്മുടെ നബാർഡാണെന്ന് മുൻപത്തെ വർഷത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കേട്ടോ. CSR 100% കൈവരിച്ചത് നബാർഡാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2013 ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റും ഈ 2013 ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2013 ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ എക്സാമിന് മുമ്പ് നമുക്ക് 2013 പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരുപാട് ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനുണ്ട്, അപ്പോൾ നോക്കാം. ഓക്കെ, ടൈമുള്ളതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ ടൈപ്സ് ഓഫ് കമ്പനീസ് ഏതെല്ലാം തരമുണ്ട്? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അത് മിനിമം നമ്പർ 2, മാക്സിമം എത്രയാണ്? 200 ആണ് കേട്ടോ. 2ഉം 200ഉം ഓർത്ത് വയ്ക്കുക. പിന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ മിനിമം നമ്പർ 7ഉം മാക്സിമം നമ്പർ ലിമിറ്റില്ല, നോ ലിമിറ്റാണ് അല്ലേ. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് ഇത്ര ഷെയർ എടുക്കാൻ പാടുള്ളൂ, അതുമില്ല, അത് ഇല്ല. എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും അംഗമാവാം. 1 person കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2013 കൊണ്ടുവന്നതാണ് ഈ 1 person കമ്പനീനെ. അത് ലൈക്ക് സോൾ പ്രൊപ്പറേറ്റർ പോലെ തന്നെയാണ്. രജിസ്ട്രേഷനും ലിമിറ്റഡ് ലൈബിലിറ്റി ആണ് കേട്ടോ ഈ 1 person കമ്പനി. അത് 2013 പ്രകാരമാണ് വന്നത്. പിന്നെ സ്മോൾ കമ്പനി മിനിമം ഷെയർ ക്യാപിറ്റൽ 50 lakhും മാക്സിമം 5 crore ഉള്ളതാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. ഡോർമെൻറ്റ് കമ്പനി, അതായത് ഫ്യൂച്ചർ പ്രോജക്ട്സിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഡോർമെൻറ്റ് കമ്പനി. പിന്നെ നിധീസ്, കമ്പനി ഫോംഡ് ഫോർ എൻകറേജിങ് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റും സേവിങ്സും ഒക്കെ നിധി നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പം ഡോർമെൻറ്റ് കമ്പനിയാണ് ഒരു പുതിയ വാക്കാല്. അപ്പോൾ അത് ഫോംഡ് ഫോർ ഫ്യൂച്ചർ പ്രോജക്ട്സ് ആൻഡ് നോ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ്. സ്മോൾ കമ്പനി മിനിമം ഷെയർ ക്യാപിറ്റൽ 50 lakhും മാക്സിമം 5 crore. 1 person കമ്പനി പറഞ്ഞു 2013 പ്രകാരം ഉണ്ടാക്കിയതാണ് 1 person കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഒരു കമ്പാരിസണാണ് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള. പ്രൈവറ്റ് കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഈസ് ഓൺഡ് ആൻഡ് ട്രേഡഡ്. പ്രൈവറ്റ്ലി ആണ് എല്ലാം നടക്കുന്നത്. പബ്ലിക്കലി ആണ്. പിന്നെ മിനിമം മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ 2 പബ്ലിക് കമ്പനിയിൽ 7 പേരാണ് കേട്ടോ. മാക്സിമം ഇവിടെ 200 അവിടെ അൺലിമിറ്റഡ് ആണ്. മിനിമം ഡയറക്ടേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ 2 മാക്സിമം 15 ഇവിടെ 3 മാക്സിമം 15 മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 1 lakh കേട്ടോ. പ്രത്യേകം ഓർത്തിരിക്കണം, പ്രൈവറ്റ് കമ്പനിക്ക് 1 lakh മറ്റൊടുത്ത് 5 lakh പറയണത്. ഓക്കെ. പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, ഇവിടെ ലിമിറ്റഡ് എന്നാണ് പേരിൻ്റെ കൂടെ ഉണ്ടാവുക. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഓപ്ഷണലാണ്, ഇവിടെ കമ്പൽസറിയാണ്. പബ്ലിക്കിന് കമ്പൽസറിയാണ്. പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ഇവിടെ നോട്ട് അലൗഡ് ആണ്, ഇവിടെ അലൗഡ് ആണ്. പബ്ലിക് സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ്ലി ഇല്ല, മറ്റൊടുത്ത് അലൗഡ് ആണ്. ഓക്കെ. ഇത്രയാണ് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ.
അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നും കൂടി നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ചിട്ടും നമ്മൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ഇതും കോപ്പറേറ്റീവ് സൊസൈറ്റീസും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ സ്മോൾ കമ്പനി അതൊക്കെ പറഞ്ഞു, സ്മോൾ കമ്പനി പറഞ്ഞു, ഡോർമെൻറ്റ് കമ്പനി പറഞ്ഞു, നിറ്റീസ് പറഞ്ഞു. ഇവിടുത്തെ ഡിഫറൻസ്, ഇവിടെ ഈ ഡയറക്ടേഴ്സിൻ്റെ കാര്യം ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. മിനിമം ഡയറക്ടേഴ്സ് 2, മാക്സിമം 15, ഇവിടെ 3. പബ്ലിക് കമ്പനിയുടെ 3, മാക്സിമം 15, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇവിടെ 1 lakh ആണെന്നും ഇവിടെ 5 lakh ആണെന്നും പ്രത്യേകം ഓർത്തിരിക്കണം. അതൊക്കെയാണ് നമുക്കൊന്ന് മാറിപ്പോണ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ഓർത്ത്, ബാക്കി ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, ചിലത് നമ്മൾ മറന്നു പോകും അല്ലേ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തു, മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു കോളം പോലെ വരച്ച് അതിൽ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. ഓർത്തിരിക്കാൻ നിങ്ങളുടേതായ വല്ല കോഡുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിൽ കുറിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മെമ്പർഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് ജോയിൻറ്റ് ഹിന്ദു ഡിവൈഡഡ് ഫാമിലി, ജോയിൻറ്റ് സ്റ്റോക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയും എല്ലാം കൂടി ഒരുമിച്ചാകുമ്പം മെമ്പർഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോൾ പ്രൊപ്പറേറ്ററിൽ ആകെ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, ഓൺലി 1 മെമ്പർ മാത്രമേ ഉള്ളൂ. പാർട്ട്ണർഷിപ്പിലാണെങ്കിലോ മിനിമം 2, മാക്സിമം 100 ആണെന്ന് നമ്മൾ പറഞ്ഞു. ജോയിൻറ്റ് അതിൽ മിനിമം 2, മാക്സിമം നോ ലിമിറ്റാണ്. ആ ഫാമിലിയിൽ എല്ലാവരും ഉൾപ്പെടും അല്ലേ. പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കാര്യമാണെങ്കിൽ പ്രൈവറ്റിൽ 2, പബ്ലിക്കിൽ 7 മിനിമം. മാക്സിമത്തിൻ്റെ കാര്യം പ്രൈവറ്റിൽ 200, പബ്ലിക്കിലാണെങ്കിലോ അൺലിമിറ്റഡുമാണ്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ പഠിച്ചതാണ് 25 അല്ലേ, നോട്ട് ലെസ് ദാൻ 25 ഫ്രം ഡിഫറെൻറ്റ് ഫാമിലീസ്, അങ്ങനെയാണ്. മാക്സിമത്തിന് ലിമിറ്റൊന്നുമില്ല, നോ ലിമിറ്റാണ്, തുടർന്നുകൊണ്ടേയിരിക്കാം. ഓക്കെ, മെമ്പേഴ്സിനെ അവർ ഫങ്ഷൻ ചെയ്യണം അത്രയും കാലം അവർക്ക് മെമ്പേഴ്സിനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നെയിം ഓഫ് ഓണർ. ഓണർ ആരാണ്? പ്രൊപ്പറൈറ്റർ തന്നെയാണ് അവിടെ ഓണർ എന്ന് പറഞ്ഞത്. മറ്റിടത്ത് പാർട്ട്നേഴ്സാണ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കർത്തയായിരിക്കും, കർത്തയും മറ്റ് അംഗങ്ങളുമായിരിക്കും. ഇവിടെ ഷെയർ ഹോൾഡേഴ്സാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മറ്റിടത്ത് കോപ്പറേറ്റീവ്സിൽ എപ്പോഴും മെമ്പേഴ്സ് തന്നെയാണ് ഓണർ അല്ലേ. ഓക്കെ, പിന്നെ ഗവേൺ ചെയ്യുന്നത് ആരാണ്? സോൾ പ്രൊപ്പറൈറ്ററിൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ തന്നെയാണ് അല്ലേ. പിന്നെ ഇവിടെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്, ഇവിടെ ഹിന്ദു ലോ പ്രകാരമാണ്, ഇവിടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്, ഇവിടെ KCS ആക്ട് 1969 പ്രകാരമാണ്. മാനേജ് ചെയ്യുന്നത് ഇവിടെ പ്രൊപ്പറൈറ്റർ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്, വേറെ ആരുമില്ല. ഇവിടെ ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കും. എല്ലാവർക്കും ഒരുമിച്ച് ചിലപ്പോൾ ബിസിനസ്സിൽ പങ്കെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഒരാളെ അവരുടെ ബോർഡ് മെമ്പർ അല്ലെങ്കിൽ GMO അല്ലെങ്കിൽ CEO എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളായിട്ട് നിയമിക്കും. ഓക്കെ, മറ്റടുത്ത് കർത്തയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ മാനേജിങ് കമ്മിറ്റിയാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലയബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ലയബിലിറ്റി. പിന്നെ പാർട്ട്ണർഷിപ്പിലും അങ്ങനെ തന്നെയാണ്, അൺലിമിറ്റഡ് ആണ്. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ പ്രത്യേകം നോക്കണം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. LLPയുടെ കേസിൽ ലിമിറ്റഡ് എന്നാണ് പറയണത്, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ ജോയിൻറ്റ് ഫാമിലിയുടെ കാര്യത്തിലും അൺലിമിറ്റഡ് ആണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസും ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇവരൊക്കെ ഷെയർ എടുക്കുന്നതിന് ആനുപാതികമായിട്ട് മാത്രമേ വരുള്ളൂ. ഓക്കെ, പിന്നെ പ്രോഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ പ്രോഫിറ്റും സോൾ പ്രൊപ്പറേറ്റർക്ക് തന്നെയാണ് പോവുക. ഇവിടെ ഷെയർ ചെയ്യും അല്ലേ, എഗ്രീഡ് റേഷ്യോയിൽ പാർട്ട്ണർഷിപ്പ് എന്താണോ പാർട്ട്നേഴ്സ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു എഗ്രീഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. ഇവിടെ ഡിവൈഡഡ് ബൈ ഫാമിലിക്ക് മൊത്തമായിട്ട് വീതിച്ച് നൽകും. ഇവിടെ ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. പിന്നെ ബാക്കിയൊക്കെ മാറ്റി വയ്ക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ KCS ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വിഭജിക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഡിസ്പോസൽ KCS ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് മാറ്റി വയ്ക്കും. അതിനനുസരിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, അതൊക്കെ ജനറൽ ബോഡി തീരുമാനിച്ച് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഡിഫറൻസ് പോലെ പഠിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഡിഫറൻസ് പോലെ പഠിക്കുമ്പോൾ എളുപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് എല്ലാം കൂടി ഒരു സിംഗിൾ വിൻഡോയിൽ കാണുമ്പോൾ നമുക്കത് ഓർക്കാനും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മറക്കാതിരിക്കാനുള്ള ചാൻസസും വളരെ നല്ലതാണ്. പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക. സോൾ പ്രൊപ്പറേറ്റർ എന്താണ്, പാർട്ട്ണർഷിപ്പ് എന്താണ്, ജോയിൻ്റ് എന്താണ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്താണ്, കോപ്പറേറ്റീവ് സെക്ടറിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് പഠിക്കുക. അപ്പോൾ അതിൽ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലാണ് മാറാനുള്ള സാധ്യതയുള്ളത്. ഡയറക്ടേഴ്സിൻ്റെ എണ്ണം, പാർട്ട്നേഴ്സിൻ്റെ എണ്ണം, മിനിമം മാക്സിമം, പിന്നെ ലയബിലിറ്റിയുടെ കേസസൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് എല്ലാവരുടെ ലയബിലിറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഭാഗം ഇത്രയാണ് കേട്ടോ. ഈ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ
കുറച്ചൊരു ചെറിയൊരു ടോപ്പിക്കാണ് ഈ കോപ്പറേറ്റീവ്സും മറ്റ് ട്രേഡ് യൂണിയൻസ് പോലത്തെ കോപ്പറേറ്റീവ്സും അതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പറയാറുണ്ട്. കോപ്പറേറ്റീവ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു എൻ്റർപ്രൈസാണ് അല്ലേ. കോപ്പറേറ്റീവ്സ് ആർ പീപ്പിൾ സെൻറ്റേർഡ് എൻ്റർപ്രൈസസ് എന്നാണ് പറയുക. അതൊരു ഗ്ലോബൽ, ശരിക്കും ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ ഫാമിലി ഒരു മൂവ്മെൻറ്റാണ്, ഗ്ലോബൽ ഫാമിലി മൂവ്മെൻറ്റാണ്. അത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, എല്ലായിടത്തും ലോകത്തിൻ്റെ എല്ലാ നാനാഭാഗത്തും ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു വളർച്ച നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഗ്ലോബൽ ഫാമിലിയാണ്. കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ ഫാമിലീനെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് നമ്മൾ പറഞ്ഞതാണ്, ഒരു തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനും ഇല്ലാത്തൊരു സമൂഹം. അതാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പറേഷൻ്റെ മഹത്വം അറിഞ്ഞ് കോപ്പറേറ്റീവ്സിലേക്ക് കടന്നു വരുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ പറയണത് കോപ്പറേഷനും അതർ ഫോംസ് ഓഫ് അസോസിയേഷൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ കോപ്പറേഷനും ട്രേഡ് യൂണിയൻസ്. എന്താ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർഗെയിനിങ് ചെയ്ത് ഒരു ഏജൻ്റാണ് അല്ലേ, ബാർഗെയിനിങ് ഏജൻറ്റ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഇൻട്രസ്റ്റിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്ന് അവർക്കൊരു പ്രോബ്ലംസ് വരുമ്പം ഒരു പ്രൊട്ടസ്റ്റൊക്കെ നയിച്ച് കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്കൊരു സുപ്രീമസി ഉണ്ടാവും എംപ്ലോയീസിൻ്റെ മുകളിലല്ലേ. അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ അവർ നിർബന്ധിക്കും, വർക്കേഴ്സിന് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിർബന്ധിക്കും. അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ തന്നെയാണ് അവർ സമരം ചെയ്തോ അല്ലെങ്കിൽ കൊയേഴ്സീവ് മെത്തേഡ്സിലൂടെ അവരത് നേടിയെടുക്കാൻ ശ്രമിക്കും. പിന്നെ ഹയർ വേജസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും. എന്നാൽ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർക്ക് ബിസിനസ്സിന് പുറത്തുനിന്ന് നോക്കി കാണാനേ പറ്റുള്ളൂ, ഒരിക്കലും അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പക്ഷേ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അങ്ങനെയൊന്നുമല്ല, തികച്ചും ഇവരിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഉണ്ട് എന്ന് ഓർത്ത് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ക്ലാസ് ഡിവിഷൻ ബിറ്റ്വീൻ എംപ്ലോയറും എംപ്ലോയിയും ഒക്കെ തമ്മിലുണ്ട്. കോപ്പറേഷനിൽ ഒരിക്കലും ക്ലാസ് കോൺഫ്ലിക്ട്സ് ഇല്ല, എല്ലാം തുല്യരാണ് അല്ലേ. മെമ്പേഴ്സ് തന്നെയാണ് അവിടെ എന്താ പറയുക ഓണേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവർക്കും തുല്യമാണ്. പിന്നെ ഫ്രണ്ട്ലി സൊസൈറ്റീസ്, കോപ്പറേഷനും വേഴ്സസ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബോത്ത് കോപ്പറേഷൻ ആൻഡ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് എക്സിസ്റ്റ് ഫോർ ഹെൽപ്പിംഗ് ദ മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് കോപ്പറേഷനും ഫ്രണ്ട്ലി സൊസൈറ്റീസും ഒക്കെ ഡെവലപ്പ് ചെയ്തത്. പിന്നെ മാത്രമല്ല ത്രിഫ്റ്റും സേവിങ്സും ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ മുമ്പോട്ട് വെച്ചത്. ഓക്കെ, ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാരിയിങ് ഓൺ ബിസിനസ് ആൻഡ് റെൻഡർ സർവീസസ് ടു മെമ്പേഴ്സ് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ ഫ്രണ്ട്ലി സൊസൈറ്റി സർവീസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകിച്ചൊരിതില്ല. അതായത് സച്ച് ആസ് മീറ്റിംഗ് ഓഫ് കണ്ടിൻജൻസീസ് ബൈ നോട്ട് എൻഗേജിങ് എനി ബിസിനസ്. ഒരു ബിസിനസ്സിൽ എൻഗേജ് ചെയ്ത് അങ്ങനെയല്ല, അവരൊരു പ്രൊവൈഡ് സർവീസ് എന്നുള്ള രീതിയിലാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ട്രേഡ് അസോസിയേഷൻസ്, അതായത് ആർട്ടൽസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ട്രേഡ് അസോസിയേഷൻസ് പറയുന്ന മറ്റൊരു പേരാണ് കാർട്ടൽസ് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ദ മെയിൻ എയിം ഓഫ് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് അസോസിയേഷൻ എന്താണ്? മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യാന്ന് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ട്രേഡ് അസോസിയേഷൻസിൻ്റെ ലക്ഷ്യം. ട്രേഡ് അസോസിയേഷൻ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കിംഗ് തന്നെയാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ചാരിറ്റി സോഷ്യൽ സർവീസ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ഒരു പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻസൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഇവരിപ്പോൾ കോപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓൺലിയാണ്. അവർ സൊസൈറ്റീനെ മൊത്തം നന്നാക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ചാരിറ്റി ഓർഗനൈസേഷൻസ് നോക്കുന്നത് ഒരു വിഭാഗം ആൾക്കാരെ മാത്രമല്ല, എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, SHGs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്താണ്? അവരും ഒരേപോലത്തെ ഹോമോജീനിയസ് ആയ മെമ്പേഴ്സ് കൂടി ചേർന്നിട്ട് രൂപകൽപ്പന ചെയ്യുന്നതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. നമ്മൾ കൂട്ടായ്മ പറഞ്ഞു, കുടുംബശ്രീ പോലത്തെ അവരാണല്ലോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ഒരേ ആവശ്യങ്ങളുള്ള അല്ലെങ്കിൽ ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരൊക്കെ കൂടിയാണ് ഹോമോജീനിയസ് മെമ്പർഷിപ്പാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. വളരെ സ്മോൾ ആയിരിക്കും അല്ലേ,
കോപ്പറേറ്റീവ്സ് അങ്ങനെയൊന്നുമല്ല, വ്യത്യസ്ത തലത്തിലുള്ള ആൾക്കാരാണ് ജോയിൻ ചെയ്യുന്നത്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരായിരിക്കും. അവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നും പറയുന്നില്ല. ഇത് ഇൻഫോർമലാണ് കേട്ടോ. SHGs ഒരിക്കലും രജിസ്റ്റർ ചെയ്യൊന്നും വേണ്ട, അൺരജിസ്റ്റേർഡ് ഓർഗനൈസേഷൻസ് ആണെന്ന് പറയാം, ഇൻഫോർമലുമാണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർമലാണ്, അവിടെ രജിസ്ട്രേഷനൊക്കെ മസ്റ്റാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അവർക്ക് ലോ ഒന്നുമില്ല, അവർക്ക് അവരുടേതായ ബൈലോ ഉണ്ടാവും, ബൈലോ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആക്റ്റും റൂൾസും ബൈലോസും ഉണ്ട്, ഇവർ മൂന്നും അനുസരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ ടോപ്പിക്കാണത്. അതിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നന്നായി വായിച്ച് ഓപ്ഷൻസൊക്കെ വായിച്ച് മനസ്സിലാക്കി തീം മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഡിസ്കഷൻ. അപ്പോൾ വരും ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡിസ്കഷൻസ് നടത്താം. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.